ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്പസമയത്തിനകം റാന്നി കോടതിയിൽ ഹാജരാക്കാനായി തിരുവനന്തപുരത്ത് നിന്നും കൊണ്ടുപോകും. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ആണ് ചേരുന്നത്. പ്രജിത്ത്, ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണല്ലോ അന്വേഷണ സംഘം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കുന്നത്. സ്വാഭാവികമായും കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണം എന്ന ഒരു ആവശ്യമായിരിക്കുമല്ലോ അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ വയ്ക്കുക. പ്രജിത്ത്. ഗൗതം, നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഏറ്റവും പുതിയതെന്നുള്ളത് ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ADGP H. വെങ്കടേഷ് എത്തിച്ചേർന്നിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള ADGP നേരിട്ട് രണ്ടാമത്തെ തവണയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തുന്നത്. അദ്ദേഹം ഒപ്പം തന്നെ SITയുടെ ഒരു അടിയന്തര യോഗവും അവിടെ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസിൽ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കമാണ് SIT നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം റാന്നിയിലെ കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. എന്തായാലും മുരാരി ബാബുവിനെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കാനുള്ള ആ ഒരു ചർച്ചയും ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകും എന്നുള്ളതാണ്. അന്വേഷണ സംഘവും നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടക്കുകയും 576 ഗ്രാം സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തട്ടിയെടുത്തതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കരസ്ഥമാക്കിയ സ്വർണം ഗോവർദ്ധന വിറ്റത് ആണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാട് രേഖകളടക്കം അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുമുണ്ട്. അങ്ങനെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാമത്തെ കേസിൽ സ്വർണ്ണപ്പാളി കേസിൽ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ആലോചനയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നത്. അതോടൊപ്പം തന്നെ മുരാരി ബാബുവുമായി ശബരിമല എത്തിച്ചുള്ള തെളിവെടുപ്പിനെ പറ്റിയും അന്വേഷണ സംഘം ഉടൻ തീരുമാനമെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നിപ്പോൾ റാന്നി കോടതിയിൽ ഹാജരാക്കും. ഇതിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും ഇയാളെ അല്പസമയത്തിനകം റാന്നിയിലേക്ക് കൊണ്ടുപോകും. പ്രജിത് മോഹനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.